അപ്പോൾ എല്ലാവർക്കും ജോആൻഡോഗ്രഫിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു ഡ്രമാറ്റിക് എഡിറ്റ് നമ്മുടെ ഒരു ഇമേജിലേക്ക് സ്നാപ്സീഡ് എന്നൊരു സിംഗിൾ ആപ്പ് യൂസ് ചെയ്തുകൊണ്ട്, അതും അതിൽ തന്നെ ഞാൻ ആക്ച്വലി കർവ്സ് എന്നൊരു മെയിൻ ടൂൾ മാത്രമാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. കർവ്സും പിന്നെ ഒന്ന് രണ്ട് വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സും മാത്രം ചെയ്തുകൊണ്ട് ഒരു വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള എഡിറ്റിംഗ് നമ്മുടെ ഒരു ഫോട്ടോയ്ക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ ട്യൂട്ടോറിയലാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ കർവ്സ് കൊണ്ടുള്ള എഡിറ്റിംഗ് പഠിച്ചാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോഷോപ്പിലോ അല്ലെങ്കിൽ ലൈറ്റ് റൂമിലോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോഴും ഇതേ ടൂൾ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന, എല്ലാവർക്കും അറിയാവുന്ന ടൂൾസൊക്കെ വെച്ച് എല്ലാവർക്കും സിമ്പിളായിട്ട് നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു അടിപൊളി എഡിറ്റ്. നമ്മൾ എഡിറ്റിംഗിലേക്ക് കിടക്കുന്നതിന് ഒരു അടിപൊളി ന്യൂസ് കൂടെ പറയാം. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ടാഗ് ചെയ്യുന്ന ഇമേജിൽ നിന്ന് ആക്ച്വലി ഞാൻ സെലക്ട് ചെയ്തിട്ട് അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ എന്നെ ടാഗ് ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു 10 ഇമേജ് ഞാൻ എടുക്കും. ആ ഇമേജ് നമ്മുടെ യൂട്യൂബിലെ ഓഡിയൻസിനെ കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് ആ ഇമേജ് ഞാൻ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് ആ ഇമേജിൽ ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ഞാൻ സംസാരിക്കുന്നതായിരിക്കും ആ ഇമേജിനെ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് അതിൻ്റെ അകത്ത് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് നിങ്ങളുടെ ഇമേജ് ഷെയർ ചെയ്യുമ്പോൾ എന്നെ ടാഗ് ചെയ്യുക. അതുപോലെ നമ്മുടെ #, ജോആൻഡോഗ്രഫി യൂസ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നായിരിക്കും ഞാൻ ആക്ച്വലി ഒരു 10 ഫേവറേറ്റ് ഇമേജ് സെലക്ട് ചെയ്യുന്നത്. ഉടനെ തന്നെ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ ടാഗ് ചെയ്യുക, അതുപോലെ #, യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ എഡിറ്റിംഗിലേക്ക് കിടക്കാം. ഓക്കെ, ഞാനിവിടെ സ്നാപ്സീഡിൽ നമ്മുടെ ഇമേജ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇമേജിൻ്റെ ട്യൂണിങ്ങിലേക്ക് ഞാൻ പോയിട്ട് അതിൻ്റെ ബ്രൈറ്റ്നെസ് ആണെന്ന് കൺട്രോൾ ചെയ്യുന്നത്. നമുക്കൊരു അല്പം ഡ്രമാറ്റിക്കും അല്പം മൂഡിയുമായിട്ടുള്ളൊരു ഇമേജാണ് മെയിനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരല്പം ബ്രൈറ്റ്നെസ് നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ കുറയ്ക്കാം. നമ്മുടെ ഓൾറെഡി നമുക്ക് എടുത്തിരിക്കുന്ന ഇമേജ് വളരെ ബ്രൈറ്റ് ആണ് അല്ലേ. ഇനി ഒരുപക്ഷെ നിങ്ങളുടെ ഇമേജ് ഇത്ര ബ്രൈറ്റ് അല്ലെങ്കിൽ ഈ ബ്രൈറ്റ്നെസ്സിൻ്റെ സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്തായാലും ഈ ഇമേജിന് വേണ്ടിയിട്ട് ഞാനൊരല്പം ബ്രൈറ്റ്നെസ് കുറയ്ക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ആ ബ്രൈറ്റ്നെസ് കുറച്ചപ്പോൾ ഷാഡോസിൽ എന്തെങ്കിലും ചിലപ്പോൾ ഒരുപക്ഷെ ഡീറ്റെയിൽസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അതിനുവേണ്ടി ഞാൻ ഷാഡോസ് ഒരല്പം ഇൻക്രീസും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ലോ കോൺട്രാസ്റ്റ് പോലെ നമ്മൾ പല ഇമേജിലും നമ്മൾ ഇതേ എഡിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മൾ മുമ്പ് ചെയ്ത ലൈറ്റ് റൂമിൽ ചെയ്ത ട്യൂട്ടോറിയലും ഇതേ എക്സാക്ട് സെയിം സ്റ്റെപ്പ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ബ്രൈറ്റ്നസ് കുറച്ചു, എന്നിട്ട് അതിൻ്റെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ആ സമയത്ത് നമുക്ക് സംഭവിച്ച എന്തെങ്കിലും ഡാർക്കായി പോയിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഷാഡോസ് ഒരല്പം ഒന്ന് പൊക്കി. ഇനി നമ്മൾ നേരെ നമ്മുടെ ആ ഡ്രമാറ്റിക് മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിലോട്ട് കിടക്കുകയാണ് കേട്ടോ. കർവ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കർവ്സിൽ ആദ്യം തന്നെ ബ്ലൂ കർവാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ബ്ലൂ കർവിൽ ഞാനൊരല്പം താഴേക്ക് വലിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഇമേജിൽ ആ സ്കൈയിലുണ്ടായിരുന്ന ആ ബ്ലൂ ഒക്കെ ഒന്ന് കുറഞ്ഞ് അല്പം കൂടെ ഒരു കളർ വൈസ് നമുക്കൊരല്പോടെ നല്ല കളർ പോപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇമേജിൽ നമുക്ക് ഇഷ്ടപ്പെടാവുന്ന രീതിയിലുള്ളൊരു കളറിലേക്ക് അത് മാറി. ആ സ്കൈയിലുള്ള ബ്ലൂ ഒരല്പം ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ ബ്ലൂ കുറച്ചത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു കർവ്സ് വെച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത്. കർവ്സ് യൂസ് ചെയ്തിട്ട് അതിലുള്ള മാസ്കിങ് ഓപ്ഷനും യൂസ് ചെയ്ത്, ഇത് രണ്ടുമാണ് നമ്മൾ മെയിനായിട്ട്, കർവും അതിലുള്ള മാസ്കിങ്ങും. ഇതേ കാര്യം തന്നെ വീണ്ടും ചെയ്തുകൊണ്ടാണ് മോസ്റ്റ്ലി എഡിറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാസ്കിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. മാസ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത എഡിറ്റ് നമ്മുടെ ഇമേജിലെ ഏതെങ്കിലും ചില ഭാഗത്ത് നമുക്ക് വേണ്ടെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് ആ എഡിറ്റിനെ മായ്ച്ച് കളയാൻ സാധിക്കും. അതിനാണ് മാസ്കിങ് എന്ന് വിളിക്കുക. അപ്പോൾ മാസ്കിങ് എടുക്കുന്നത് ഈ മേലെ കാണുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ വ്യൂ എഡിറ്റ്സ് എന്ന് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ചെയ്ത കറക്ഷൻസ് അവിടെ കാണാൻ സാധിക്കും. അതിൽ ഒറിജിനൽ ഉണ്ട്, നമ്മൾ ചെയ്ത ട്യൂണിങ് ഇമേജസ് ഉണ്ട്, പിന്നെ കർവ്സ് ഉണ്ട്. ആ കർവ്സിന് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ നടുക്കുള്ള ഓപ്ഷൻ അതാണ് മാസ്കിങ്ങിൻ്റെ ഓപ്ഷൻ കേട്ടോ. അപ്പോൾ നമ്മൾ ആ മാസ്കിങ് ഓപ്ഷൻ എടുത്താൽ നമുക്ക് ഇപ്പോൾ ചെയ്ത ചേഞ്ച് നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് മാത്രമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ക്ലിക്ക് ചെയ്താൽ ഈ റെഡ് കാണുന്ന സ്ഥലത്താണ് അപ്ലൈ ചെയ്യപ്പെടുന്നത്. ഞാനപ്പോൾ എനിക്ക് ആ എഫക്റ്റ് വേണ്ടാത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിൻ്റെ കളറ് ആക്ച്വലി അത്രയും യെല്ലോ ആയിപ്പോയി, അതെനിക്ക് മായ്ച്ച് കളയണം. അതുകൊണ്ട് ഇവിടെ താഴെ 0 ഞാൻ ആ ഡ്രസ്സിൽ നമ്മുടെ കർവ്സിൻ്റെ എഫക്റ്റ് വേണ്ടാത്തതുകൊണ്ട് അത്ര ഏരിയ മായ്ക്കുകയാണ്. ഇങ്ങനെയായിരുന്നു നമ്മുടെ ഇമേജ് മുമ്പ്, അതിപ്പോൾ ഇങ്ങനെയായി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ബ്ലൂ കളർ എവിടെയൊക്കെയാണ് കുറഞ്ഞത് അല്ലേ. ഡ്രസ്സിന് നമ്മൾ മായ്ച്ചതുകൊണ്ട് ഡ്രസ്സിന് മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല, കളേഴ്സ് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. നമ്മളിനി വീണ്ടും ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ബാക്ക് പോകുന്നു, എഡിറ്റിൽ അടുത്ത കർവ്, വീണ്ടും അതിൻ്റെ മേലെ നമ്മൾ അടുത്തൊരു കർവ്സ് ചെയ്യാണ്. ഈ തവണ നമ്മൾ കർവ്സിൽ ബ്ലൂ കർവ് അല്ല RGB കർവാണ് യൂസ് ചെയ്യുന്നത്. RGB കർവ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇമേജിൻ്റെ ഓവറോൾ ബ്രൈറ്റ്നസ് ആണ് ആക്ച്വലി കുറയുകയോ കൂടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാനൊരു RGB കർവാണ് യൂസ് ചെയ്യുന്നത്.
ഈ RGB കർവ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ നമ്മുടെ ഇമേജിൻ്റെ ഈ ടോപ്പ് ഏരിയയും അല്പം ഈ മിഡിൽ ഏരിയയും ഒന്ന് താഴേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല ഡാർക്കായി വരുന്നുണ്ടല്ലേ ഇമേജ്. ഓക്കെ, നമ്മൾ അങ്ങനെ നിർത്തുന്നു. നമ്മൾ യെസ് അടിക്കുന്നു. വീണ്ടും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നേരെ മാസ്കിങ്ങിലേക്ക് പോവുകയാണ്. നമുക്ക് ഈ മാസ്ക് വേണ്ടാത്ത എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇമേജിൽ നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് വരുമ്പോൾ നമുക്ക് ബ്രൈറ്റ് ആയിട്ട് കുറച്ച് ലൈറ്റ് എവിടെ നിന്നെങ്കിലും വരുന്ന പോലെ കുറച്ച് ലൈറ്റ്സ് ഒക്കെ വരുന്ന ഒരു ലൈറ്റ് സോഴ്സുകൾ വേണം. അതെവിടെ നമ്മുടെ സ്കൈയിൽ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. ആ ഏരിയയിലാണ് ഞാനിപ്പം ഇപ്പോൾ അപ്ലൈ ചെയ്ത ആ ഇഫക്റ്റിനെ മാസ്ക് ചെയ്യുന്നത്. ഈ ഒരു സ്പോട്ടാണ് എനിക്ക് ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് ഫൈനലി വേണ്ടത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ആ മാസ്കിൻ്റെ ഇഫക്റ്റ് വേണ്ടത് വെക്കുന്നു. നമുക്ക് വേണ്ടാത്ത സ്ഥലങ്ങൾ നമ്മൾ മായ്ച്ചു കളയുന്നു. അപ്പോൾ ആ ലൈറ്റ് വന്ന് വീഴുന്ന നിലത്തുള്ള കുറച്ച് സ്പോട്ടുകൾ, ആ സ്പോട്ടിൽ നമുക്ക് ആ ഇഫക്റ്റ് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ മായ്ച്ചത്. ഇനി നമ്മൾ എസ് അടിക്കാം. ഇപ്പോൾ ഇമേജ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ സ്കൈയിലുള്ള ബ്രൈറ്റ് സ്പോട്ട് അതുപോലെ നിലത്തുള്ള ആ പോയിന്റ്സ് നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ബാക്കി ഏരിയ മാത്രമാണ് ഡാർക്കായത്. ഇനി ഈ മാസ്കിൽ ചെറിയൊരു ചേഞ്ച് കൂടെ ഞാൻ വരുത്തിക്കോട്ടെ. എനിക്ക് ആ ഡ്രസ്സിലും കൂടെ ബ്രൈറ്റ്നസ് അങ്ങനെയാണ് നിൽക്കണം. എന്നാലാണ് നമുക്ക് ഫൈനൽ ഇമേജിൽ നമ്മുടെ ആളെ നല്ല എടുത്ത് നിൽക്കുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഡ്രസ്സ് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ചുറ്റുമുള്ള എല്ലാ ഏരിയസും കുറച്ച് ഡാർക്കായി. നമ്മുടെ സ്കൈയിലുള്ള കുറച്ച് സ്പോട്ടുകൾ, ഇവിടെയുള്ള സ്കൈയിലെ കുറച്ച് സ്പോട്ടുകളും ഡ്രസ്സും അതുപോലെ മണ്ണിൽ ലൈറ്റ് വന്ന് വീഴുന്ന കുറച്ച് ഏരിയയും, ഇത്ര ഏരിയ മാത്രമാണ് ഇപ്പോൾ ഫുൾ ബ്രൈറ്റ്നസ്സിൽ നിൽക്കുന്നത്. ഇനി നമ്മൾ ഒരു കർവും കൂടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. ആ കർവിൽ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ബ്രൈറ്റ് ആയിട്ടുള്ള തന്നെ അല്പം കൂടെ നമുക്ക് ബ്രൈറ്റ്നസ് വേണ്ടാത്ത ഇച്ചിരി ഡാർക്ക് ആവേണ്ട സ്ഥലങ്ങളെ ഒരു അല്പം കൂടെ പൊടിക്ക് ഡാർക്ക് ആക്കാൻ പോവാണ്. ഞാൻ ഒരു കർവ് കൂടെ അപ്ലൈ ചെയ്യുന്നു. ഇനി ഞാൻ ചെയ്യാൻ ട്രൈ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു ഫോഗി ആയിട്ടുള്ള, ഇപ്പോൾ ഇതൊരു കാട്ടിൽ നല്ലൊരു മഞ്ഞൊക്കെ ഉള്ള സമയത്താണ് ഈ ഫോട്ടോ എടുത്തതെങ്കിൽ ആ ലൈറ്റ് വരുന്നിടത്ത് ഇങ്ങനെ ഒരു ലൈറ്റ് റേ പോലെ ഒരു ഫോഗ് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ അതുപോലെ ഒരു ഫോഗ് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് അടുത്ത് ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ വീണ്ടും കർവ്സ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കർവ്സ് എടുക്കുന്നു. RGB കർവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഷാഡോസിൻ്റെ ഈ താഴത്തെ പോയിന്റ് ഞാൻ ആക്ച്വലി ഇങ്ങനെ പതിയെ മേലോട്ട് കൊണ്ടുവരുന്നു. എസ് അടിക്കുന്നു. വീണ്ടും നമ്മൾ ചെയ്ത സെയിം സ്റ്റെപ്പ്. ഇത്തവണയും നമുക്ക് ആ ഇഫക്റ്റ് വേണ്ട സ്ഥലങ്ങൾ മാത്രമാണ് ഞാൻ മാസ്ക് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് നമ്മുടെ മെയിൻ ലൈറ്റ് സോഴ്സിൻ്റെ അവിടെ നമുക്ക് ആ ഇഫക്റ്റ് വേണം. ഇനി എസ് അടിച്ച് നോക്കാം. ഇപ്പോൾ കണ്ടോ, ആ ലൈറ്റ് വരുന്ന സ്ഥലത്ത് മാത്രം നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത ആ ഒരു ഫോഗി ഇഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് ഓവറോൾ ഇമേജിൽ ചില സ്പോട്ട്സ് ഒരൽപ്പോടെ ബ്രൈറ്റ് ആയാൽ കൊള്ളാമെന്നുണ്ട്. ഒന്ന് ആളുടെ ഡ്രസ്സ് അല്ലെങ്കിൽ ആ ലൈറ്റ് വരുന്ന മെയിൻ ലൈറ്റ് സോഴ്സ് അവിടെയൊക്കെ അൽപ്പോടെ ബ്രൈറ്റ് ആക്കണം എനിക്ക്. ഇപ്പോൾ എന്താ സംഭവിച്ചത് നമുക്കൊരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒന്നുകൂടെ കണ്ടു നോക്കാം. ശരിക്കും ഒരു ലൈറ്റ് റേ വന്ന പോലെ ഒരു ഇച്ചിരി ഫീൽ വരുന്നുണ്ടല്ലേ. ഇപ്പോൾ നമ്മുടെ ഇമേജിൻ്റെ ലൈറ്റ് വൈസ് എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് കളർ വൈസ് എനിക്ക് അല്പം ബെറ്റർ ആക്കാനുണ്ട്. അവിടെ നമ്മൾ ഒരിക്കൽ കൂടി കർവ്സ് തന്നെ എടുക്കുകയാണ്. ഇത്തവണ ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ലൈറ്റ് വരുന്ന സോഴ്സുകളെ ഒരല്പം കൂടെ വാം ആക്കുകയാണ്. ഒരു നല്ല മോർണിംഗ് ലൈറ്റ് ആണെങ്കിൽ നല്ല യെല്ലോ ഗോൾഡൻ ലൈറ്റുകൾ നമുക്ക് ഉണ്ടാവുക. അങ്ങനെ വാം ആക്കാൻ വേണ്ടി ഞാൻ ബ്ലൂ ചാനലിലേക്ക് പോകുന്നു. എന്നിട്ട് ബ്ലൂ കുറയ്ക്കുന്നു. ബ്ലൂ കുറയ്ക്കുമ്പോൾ നമ്മുടെ യെല്ലോ കളേഴ്സ് കൂടും. അപ്പോൾ ഞാൻ അല്പം ബ്ലൂ കുറയ്ക്കുന്നു. എന്നിട്ട് നമ്മുടെ വീണ്ടും പഴയ സ്റ്റെപ്പ് തന്നെ
ആ ലൈറ്റ് വരുന്ന ആ റേ വരുന്ന സ്ഥലങ്ങളിൽ മാത്രം ഞാനതപ്പോൾ പെയിൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ ഇരിക്കുന്നു. ഇനി വേറൊരു ടൂളോട് ഞാൻ പഠിപ്പിച്ചു തരാം, സെലക്റ്റീവ് അഡ്ജസ്റ്റ്മെൻറ്റ്. നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയയിലോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കളറിലോ മാത്രമൊക്കെ നമ്മുടെ സെറ്റിംഗ്, നമ്മുടെ ചേഞ്ചസ് അഫക്റ്റ് ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് സെലക്റ്റീവ്. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ എനിക്ക് ആളുടെ ഡ്രസ്സിൻ്റെ അവിടുത്തെ ആ വൈറ്റ് കളേഴ്സ് മാത്രം എനിക്കൊരു അല്പം കൂടി ഒന്ന് പോപ്പ് ചെയ്താൽ കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വൈറ്റ് മാത്രം, ആ ഡ്രസ്സ് മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ ബ്രൈറ്റ്നെസ് ഒരല്പം കൂട്ടുന്നു, അതിൻ്റെ സാച്ചുറേഷൻ ഫുള്ളി കുറയ്ക്കുന്നു. നമ്മൾ വൈറ്റ് ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അവിടെ കളേഴ്സിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് സാച്ചുറേഷൻ അല്പം കുറയ്ക്കുന്നു. കേസ് അടിച്ച് നോക്കാം. ഇതായിരുന്നു ബിഫോർ, ഇതാണ് ആഫ്റ്റർ. ആക്ച്വലി 1 മിനിറ്റിൽ താഴെയുള്ള ടൈം കൊണ്ട് ഒരു ഹോളിവുഡ് സ്റ്റൈലുള്ള എഡിറ്റ് നിങ്ങളുടെ ഇമേജിന് എങ്ങനെ കൊടുക്കാമെന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ. നിങ്ങൾ ഇതുവരെ അത് കണ്ടില്ലെങ്കിൽ ഞാനിവിടെ ലിങ്ക് ചെയ്യാൻ, പോയി കണ്ടു നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. I'm focused. I've been watching for the omens. I've been listening to everything you said. It's been running through my head, locked and loaded.